മനോഹർ പരീക്കർ ഗോവ മുഖ്യമന്ത്രിയാകും. പരീക്കർ കേന്ദ്ര പ്രതിരോധ മന്ത്രി സ്ഥാനം രാജിവെച്ചു. സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് പരീക്കർ ഗവർണറെ കണ്ടു. 40 അംഗ നിയമസഭയിൽ 22 എംഎൽഎമാരുടെ പിന്തുണ ഉണ്ട് എന്ന് ബിജെപി വ്യക്തമാക്കി. അതേസമയം ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാരെ നിശ്ചയിക്കാൻ ബിജെപി പാർലമെന്ററി പാർട്ടി യോഗം ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെയും ഈ മാസം 16-ന് പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനുശങ്കർ ദില്ലിയിൽ നിന്ന്. മനു, ബിജെപി പാർലമെന്ററി പാർട്ടി യോഗം ദില്ലിയിൽ, അതിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. ഈ ഗോവയെ സംബന്ധിച്ച് മനോഹർ പരീക്കർ പ്രതിരോധ മന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടുണ്ടോ? നരേന്ദ്രമോദിക്ക് രാജിക്കത്ത് കൈമാറിയോ? തീർച്ചയായും രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു. തൃശങ്കുവിലായിരുന്ന ഗോവയിലും ചരിത്രത്തിൽ ആദ്യമായി മണിപ്പൂരിലും കൂടി ബി.ജെ.പി. ഭരണം ഉറപ്പിച്ചിരിക്കുകയാണ്. ഗോവയിൽ 13 സീറ്റുകളായിരുന്നു ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത്. കോൺഗ്രസിന് 17 സീറ്റുകളും കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിയിരുന്നത് 21 എംഎൽഎമാരുടെ പിന്തുണയാണ്. എന്നാൽ 3 സ്വതന്ത്രന്മാർ ഉൾപ്പെട്ട 40 അംഗ നിയമസഭയിൽ 4 എംഎൽഎമാരെ പോലും കൂടെ നിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. 3 എംഎൽഎമാർ വീതമുള്ള മഹാരാഷ്ട്ര ഗോമന്തക് പാർട്ടി, അതോടൊപ്പം ഗോവ ഫോർവേഡ് പാർട്ടി, 3 സ്വതന്ത്ര എംഎൽഎമാർ എന്നിവർ സർക്കാർ രൂപീകരിക്കാൻ ബി.ജെ.പിക്ക് പിന്തുണ അറിയിച്ചു. ഇതോടുകൂടിയാണ് പ്രതിരോധ മന്ത്രി സ്ഥാനം രാജിവെക്കുകയും തുടർന്ന് ബി.ജെ.പിയുടെ തന്നെ ഗോവൻ മുഖമായ മനോഹർ പരീക്കർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനും ഒരു നിർദ്ദേശം ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മനോഹർലാൽ പരീക്കറിന്റെ അടുത്ത അനുയായികളും ഇടനിലക്കാരായും മറ്റും പല സ്വതന്ത്ര എംഎൽഎമാരുടെ വസതികളിലെത്തി നേരിട്ടാണ് ചർച്ചകൾ നടത്തിയത്. ഇന്ന് രാവിലെ മുതൽ ഈ ബി.ജെ.പിയുടെ ഒരു വലിയ മാർക്കറ്റിംഗ് ടീം തന്നെ ഗോവയിൽ തമ്പടിച്ചിരുന്നു. സ്വതന്ത്ര എംഎൽഎമാരുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് വൈകിട്ടോടുകൂടി സർക്കാർ രൂപീകരണത്തിന് പിന്തുണ ഉറപ്പിച്ച ശേഷം പ്രതിരോധ മന്ത്രി സ്ഥാനം മനോഹർ പരീക്കർ രാജിവെക്കുകയും പിന്നീട് രാജിക്കത്ത് പ്രധാനമന്ത്രിക്ക് കൈമാറുകയും ചെയ്തത്. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് മനോഹർ പരീക്കറിന്റെ നേതൃത്വത്തിൽ എംഎൽഎമാർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അതേസമയം ഈ ബി.ജെ.പിയുടെ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിനിടയിലും വടക്കൻ മേഖലയിൽ മണിപ്പൂർ കൂടി കോൺഗ്രസിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. 31 സീറ്റുകളായിരുന്നു കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിയിരുന്നത്. കോൺഗ്രസിന്റെ പക്കൽ 28 എംഎൽഎമാരുടെ പിന്തുണയുണ്ടായിരുന്നു. എന്നാൽ 21 എംഎൽഎമാർ മാത്രമുള്ള ബി.ജെ.പി. സ്വതന്ത്രരുടെ കൂടി പിന്തുണയോടുകൂടി മണിപ്പൂരിൽ കൂടി അധികാരത്തിലെത്തുകയാണ്. 4 സീറ്റുകൾ വീതമുള്ള നാഗ പീപ്പിൾസ് ഫ്രണ്ടും നാഷണൽ പീപ്പിൾസ് പാർട്ടിയും ഒരു സ്വതന്ത്ര എംഎൽഎയും ബി.ജെ.പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. നേരത്തെ ഇന്ന് ഉച്ചയോടുകൂടി ഒരു സ്വതന്ത്ര എംഎൽഎ ബി.ജെ.പി. തട്ടിക്കൊണ്ടുപോയി എന്നും മറ്റും കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നു. അതേ സ്വതന്ത്ര എംഎൽഎ കൂടി ഇപ്പോൾ ബി.ജെ.പിക്ക് സർക്കാർ രൂപീകരണത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതോടുകൂടി ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് ബി.ജെ.പി. മണിപ്പൂരിലും അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ 5 സംസ്ഥാനങ്ങളിൽ 4 കൂടി ബി.ജെ.പി. ഭരണത്തിലേക്ക് എത്തുകയാണ്. മണിപ്പൂരിലും ഗോവയിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന കോൺഗ്രസിന് പ്രാദേശിക കക്ഷികളെ പോലും കൂടെ നിർത്താൻ സാധിക്കാതിരിക്കുകയും അതിനാൽ ഈ പരാജയ ഭാരം അതിഭീകരമാകും വിധം കോൺഗ്രസിന്റെ തകർച്ചയിലേക്ക് വഴിവെച്ചിരിക്കുകയുമാണ്. അരുൺ. മനുശങ്കർ ദില്ലിയിൽ നിന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നടന്നത് പുതിയ ഇന്ത്യക്ക് വേണ്ടിയുള്ള ജനവിധിയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ ഇന്ത്യയുടെ ഉദയമാണിതെന്നും മോദി അഭിപ്രായപ്പെട്ടു. വൈകാരികമായ എല്ലാ വികസനത്തിനായാണ് ജനങ്ങൾ വോട്ട് നൽകിയത് എന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വിജയത്തിൽ ദില്ലിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. और मैं इन 5 राज्यों के चुनाव को और विशेषकर उसमें उत्तर प्रदेश जो कि भारत को दिशा देने की, ताकत देने की, प्रेरणा देने की सर्वाधिक क्षमता रखता है, इतना बड़ा प्रदेश है, वहां जब चुनाव के नतीजे आए हैं तब इन 5 राज्यों के चुनाव को नए हिंदुस्तान की एक नई नींव के रूप में मैं देख रहा हूं. 5 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചത് ഭരണവിരുദ്ധ വികാരമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ബി.ജെ.പിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനാവില്ലെന്ന് വീണ്ടും തെളിഞ്ഞു. കേന്ദ്ര ഭരണ തണലിൽ RSS കേരളത്തിൽ അക്രമം നടത്തുകയാണ് എന്നും കോടിയേരി പാലക്കാട് കിഴക്കഞ്ചേരിയിൽ പറഞ്ഞു. ബി.ജെ.പി. ഭരിച്ച സ്ഥലത്ത് ജനങ്ങൾ ബി.ജെ.പിക്കെതിരെ, കോൺഗ്രസ് ഭരിച്ച സ്ഥലത്ത് കോൺഗ്രസിനെതിരെ, സമാജ്വാദി പാർട്ടി ഭരിച്ച സ്ഥലത്ത് സമാജ്വാദി പാർട്ടിക്കെതിരെ, ഇങ്ങനെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരമാണ് 5 സംസ്ഥാനങ്ങളിൽ പ്രതിഫലിച്ചതായിട്ട് കാണുന്നത്. കാരണം കോൺഗ്രസ് ഇവിടെ തകരുകയാണ്. കോൺഗ്രസ് എല്ലാ സ്ഥലത്തും തോൽക്കുന്നു. അവരുടെ ഭരണത്തിനെതിരായിട്ട് ജനവികാരം ഉയരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പാർട്ടിയെ തകർക്കാൻ കേന്ദ്ര ഭരണം ഉപയോഗിച്ചുകൊണ്ടും RSSന്റെ ഗൂണ്ടായുസം ഉപയോഗിച്ചുകൊണ്ടും ഇപ്പോൾ അവർ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
UP തെരഞ്ഞെടുപ്പ് ഫലം തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ. വർഗീയ വികാരം ആളിക്കത്തിച്ചാണ് BJPയുടെ വിജയം. തോൽവിയുടെ ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിയുടെ മേൽ ചാരാനുള്ള ശ്രമം തെറ്റാണെന്നും സുധീരൻ പറഞ്ഞു. നമുക്ക് വളരെ ദുഃഖമുണ്ട്. UP നൽകുന്ന സന്ദേശം തെറ്റായ ഒരു സന്ദേശമാണ്. UPയിൽ BJPക്ക് ഗുണം കിട്ടിയെങ്കിലും രാജ്യത്തിന് അത് കനത്ത ദോഷമാണ്. ഇന്ത്യ ഇന്നേ വരെ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളുടെ നേർക്കുള്ള വെല്ലുവിളിയാണ് അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തോറ്റാൽ അതൊക്കെ രാഹുൽ ഗാന്ധിയുടെ ചെലവിൽ, ജയിച്ചാൽ അതൊക്കെ മറ്റാരെങ്കിലും തലയിൽ. ഇങ്ങനൊരു പ്രചരണ രീതി ശരിയല്ല. തോൽവി സ്വാഭാവികമായി അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ജയത്തിലും രാഹുൽ ഗാന്ധിക്ക് ഉത്തരവാദിത്തമുണ്ട്. ജയവും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് കിട്ടിയ അംഗീകാരമാണ്. അത് പഞ്ചാബിലായാലും മണിപ്പൂരിലായാലും ഗോവയിലായാലും അതൊരു യാഥാർത്ഥ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ A ഗ്രൂപ്പിന്റെ അവകാശവാദങ്ങൾക്ക് പ്രാധാന്യമേറും. UP ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനേറ്റ തിരിച്ചടിയാണ് A ഗ്രൂപ്പിന് ശക്തി പകരുന്നത്. അതേസമയം സോണിയാഗാന്ധി തിരിച്ചെത്തിയ ശേഷമേ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കൂ. DCC പുനഃസംഘടനയ്ക്ക് ശേഷം ഹൈക്കമാൻഡിനോട് പരസ്യമായ വെല്ലുവിളിയാണ് ഉമ്മൻചാണ്ടിയും A ഗ്രൂപ്പും നടത്തിയത്. ഹൈക്കമാൻഡിന് താൽപര്യമുണ്ടായിരുന്നിട്ടും KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും VM സുധീരന്റെ രാജി അനിവാര്യമാക്കിയതും A ഗ്രൂപ്പിന്റെ ഈ നിലപാടാണ്. ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ വൻ തിരിച്ചടി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ദുർബലപ്പെടുത്തിയത് A ഗ്രൂപ്പിന് ഇപ്പോൾ കൂടുതൽ ശക്തി പകരുന്നു. അതിനാൽ KPCC അധ്യക്ഷ സ്ഥാനത്തിനായുള്ള A ഗ്രൂപ്പിന്റെ അവകാശവാദത്തിന് പ്രാധാന്യമേറും. A ഗ്രൂപ്പിൽ നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ PT തോമസ് പരിഗണിക്കപ്പെട്ടേക്കാം. സാമുദായിക സമവാക്യങ്ങൾക്കു കൂടി പ്രാധാന്യം നൽകിയാകും അന്തിമ തീരുമാനമെടുക്കുക. I ഗ്രൂപ്പും KPCC അധ്യക്ഷ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. നിലവിലെ വൈസ് പ്രസിഡന്റ് VD സതീശൻ, KC വേണുഗോപാൽ, K സുധാകരൻ തുടങ്ങിയവർ അധ്യക്ഷ പദം ലക്ഷ്യമിട്ട് രംഗത്തുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം I ഗ്രൂപ്പിനായതിനാൽ അധ്യക്ഷ സ്ഥാനം തങ്ങൾക്ക് തന്നെ ലഭിക്കണമെന്നാണ് A ഗ്രൂപ്പിന്റെ വാദം. ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് അന്തിമമാവുകയെങ്കിലും A ഗ്രൂപ്പിന്റെ വാദങ്ങൾ ആ തീരുമാനത്തെ സ്വാധീനിക്കുന്നതാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KPCC പ്രസിഡന്റിനെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിലെ തർക്കങ്ങൾ പരിഹരിച്ച നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതുകൊണ്ട് ഇല്ലില്ല. എൻ്റെ കാഴ്ചപ്പാട് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകണം. കോൺഗ്രസിൻ്റെ സർവ്വശക്തിയും സമാഹരിച്ചു കൊണ്ടുപോകണം. അടുത്ത വരാൻ പോകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിൽ UDFനെ മൊത്തത്തിൽ ഒരേ അഭിപ്രായത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണം. ഈ പൊളിറ്റിക്കൽ നെസസിറ്റീസ് എല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന് തർക്കങ്ങൾ സഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തർക്കങ്ങളില്ലാതെ കേരളത്തിലെ കോൺഗ്രസിനകത്ത് യുണാനിമിറ്റിയോടുകൂടിയ ഒരു തീരുമാനമെടുക്കുന്നതിന് പ്രാപ്തമായ ലീഡർഷിപ്പിൽ വിശ്വസിച്ചിരിക്കുന്നവരാണ് എല്ലാവരും. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് UDFിലെത്താൻ സാധ്യത തേടി BDJS. BJPയുമായി ഇടഞ്ഞ വെള്ളാപ്പള്ളി ഉമ്മൻചാണ്ടിയുമായി പ്രാഥമിക ചർച്ച നടത്തിയെന്ന് സൂചന. എന്നാൽ ചർച്ച നടത്തിയെന്ന വാർത്ത തുഷാർ വെള്ളാപ്പള്ളി നിഷേധിച്ചു. NDAയിൽ നിന്ന് പരിഗണന കിട്ടാത്തതിനാൽ അതൃപ്തിയുണ്ടെന്നും തുഷാർ പറഞ്ഞു. NDA സംവിധാനം കേരളത്തിൽ നിലവിൽ വന്നിട്ടും മുന്നണി മര്യാദ പാലിക്കാത്ത BJP നേതൃത്വത്തിനെതിരെ കടുത്ത മുന്നറിയിപ്പാണ് BDJS നേതൃത്വം നൽകിയത്. സമരങ്ങളെല്ലാം BJP ഹൈജാക്ക് ചെയ്യുന്നു. വേണ്ടത്ര പരിഗണന BDJSന് നൽകുന്നില്ല. ഈ നിലപാടുകളിലെല്ലാം കടുത്ത അതൃപ്തിയുണ്ടെന്നും കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കി. ചില കാര്യങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് താമസിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ല. പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങൾ പറഞ്ഞത് പല മാസങ്ങൾ വെയിറ്റ് ചെയ്തു, പലതും നടക്കുന്നില്ല. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇടത് വലത് മുന്നണികളുടെ ഞങ്ങളോട് ഉണ്ടായിട്ടുള്ള അവഗണന കൊണ്ടാണല്ലോ ഇങ്ങനൊരു പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകാൻ തന്നെ ഉണ്ടായിട്ടുള്ള കാരണം. അപ്പം അങ്ങനെ ആരുടെയും അവഗണന സഹിക്കേണ്ട ആവശ്യം നമുക്കില്ല. അത്രേ ഉള്ളൂ. പരിഗണന നൽകിയില്ലെങ്കിൽ ഇടമുള്ള മുന്നണിയിൽ ഇടം തേടാനാണ് BDJS നീക്കം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFിലേക്ക് ചേക്കേറാനുള്ള ശ്രമങ്ങളാണ് BDJS നടത്തുന്നത്. നഖശികാന്തം എതിർത്തിരുന്ന KPCC അധ്യക്ഷൻ VM സുധീരൻ സ്ഥാനമൊഴിഞ്ഞതോടെ കാര്യങ്ങൾ എളുപ്പത്തിലാകും. എന്നാൽ ഇത് സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയുമായി വെള്ളാപ്പള്ളി നടേശൻ പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്ത് A ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തി അധികാരത്തിലേക്ക് എത്തുവാനുള്ള വഴികളാണ് ഉമ്മൻചാണ്ടി നോക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളിയെയും BDJSനെയും ഒപ്പം കൂട്ടുന്നത്. കോട്ടയത്ത് നിന്നും TP പ്രശാന്ത്.
വാളയാറിലെ കുട്ടികളുടെ മരണം ജിഷ കേസ് ഓർമ്മിപ്പിക്കുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മരണത്തിൽ ആശങ്ക നിലനിൽക്കുന്നു. ആദ്യം മരണത്തിൽ വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് വ്യക്തമാക്കിയ കോടിയേരി പഴുതടച്ച അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടു. വാളയാറിൽ മരിച്ച പെൺകുട്ടികളുടെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെൻറ് ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഫലപ്രദമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ അനാസ്ഥയുണ്ടായി എന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെ ബന്ധപ്പെട്ട SIയെ സസ്പെൻഡ് ചെയ്യുകയും ഉന്നതതലത്തിലുള്ള ഓഫീസർമാർ ഈ പ്രശ്നത്തിൽ അന്വേഷിക്കണം എന്നുള്ള നിലപാട് സർക്കാർ സ്വീകരിച്ചത്. അപ്പോൾ ജിഷ സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ തന്നെ അവർക്കൊരു വാസയോഗ്യമായ വീട് ഇനിയും ആയിക്കഴിഞ്ഞിട്ടില്ല. അത് പരിഗണിച്ചുകൊണ്ട് അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള നടപടി ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് സ്വീകരിക്കണം. കുടിവെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ് ഫോർട്ട് കൊച്ചി ചെല്ലാനം നിവാസികൾ. പല പദ്ധതികളും പാതി വഴിയിൽ ഉപേക്ഷിച്ചതാണ് നിരവധി കുടുംബങ്ങളുടെ ദുരിതത്തിന് കാരണം. ശുദ്ധജലക്ഷാമത്തെ തുടർന്ന് രോഗഭീതിയിലാണ് ഇവർ. മഴക്കാലത്ത് ഇത്തരം സംഭരണികളിൽ ശേഖരിക്കുന്ന വെള്ളമാണ് ഇവരുടെ ആശ്രയം. വേനൽ കടുത്തതോടെ സംഭരണികളെല്ലാം വറ്റി. ഇപ്പോൾ എന്നെങ്കിലും ടാങ്കറുകളിൽ എത്തുന്ന വെള്ളമാണ് ഏക ആശ്രയം. ഇങ്ങനെ 10-20 കുടം വെള്ളമേ കിട്ടുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിൻ്റെ ഇതിലൊക്കെ. വേറെ വെള്ളമൊന്നും കിട്ടിയില്ല. ഇവിടെ ഉപ്പ് വെള്ളമൊക്കെയാണ് പിന്നെ കിട്ടണത്. ഒരു 10-15 ദിവസം കഴിയുമ്പോഴേ ഈ വെള്ളം പരിവുള്ളൂ. ചുറ്റിലും വെള്ളമുണ്ടെങ്കിലും ഉപ്പ് കലർന്ന കായൽ ജലമായതിനാൽ ഒരു ഉപയോഗത്തിനും കഴിയാത്തതിനാലുള്ള ബുദ്ധിമുട്ടിലാണ് ഈ പ്രദേശവാസികൾ. ഈ മേഖലയിൽ എവിടെ കിണർ കുഴിച്ചാലും ലഭിക്കുന്നത് ഉപ്പുവെള്ളം തന്നെ. ടാങ്കറുകളിൽ എത്തുന്നത് പലപ്പോഴും അഴുക്കുവെള്ളമാണ് എന്നതിനാൽ ഇവർ രോഗഭീതിയിലാണ്. കുഞ്ഞുങ്ങളൊക്കെ കിടന്ന് കുളിക്കാതെ ഈ വെള്ളത്തിലൊക്കെ അറിവില്ല വെള്ളത്തിലൊക്കെ കുളിച്ചിട്ടാണെങ്കിലും ഒക്കെ അഴുക്ക് വെള്ളം കൊണ്ട് കുളിച്ചിട്ടൊക്കെ തലമുടിയൊക്കെ ആണെങ്കിലും വെറുതെ ചൊറിഞ്ഞ് പൊട്ടിയെടുക്കുകയൊക്കെ ചെയ്യും. വെള്ളം മഞ്ഞില്ല, എന്ത് ചെയ്യും? ഇപ്പൊ അരി വെക്കണ്ടേ? കൊച്ചുങ്ങളില്ലേ, ഞങ്ങൾക്ക് എത്ര നാളിത് അനുഭവിക്കും? ഞങ്ങൾ എന്തോരം നാള് ഞങ്ങൾ ഇപ്പൊ പ്രായമായ വന്ന അമ്മമാരാണ്. ഇപ്പൊ വന്ന മരുമക്കൾ പോകുമ്പോ ഞങ്ങളെപ്പോലെ വെള്ളം തിരക്കി കലക്കണമെങ്കിലാ കുളിക്കണമെങ്കിലാ ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയാൽ മതി. ഞങ്ങൾ പരാതിക്ക് അവിടെ പോയി, ഞങ്ങൾ കളക്ടറേറ്റ് വരെ പോയി, ഞങ്ങൾ പോകാത്ത സ്ഥലമൊന്നുമില്ല. ഈ കാണുന്നതെല്ലാം ഓരോ കുടുംബങ്ങളുടേതാണ്. 2 ആഴ്ചയിൽ ഒരിക്കലെത്തുന്ന വെള്ളം ഇങ്ങനെയാണ് സംഭരിക്കുന്നത്. ജനാറം പദ്ധതിയിൽ നിന്ന് ഇവർക്ക് വെള്ളം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത് ഇങ്ങോട്ടെത്തിക്കാനുള്ള സംവിധാനങ്ങളില്ല. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റിസ്ഥാപിച്ച് വെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. രഞ്ജിത്ത് രാജകുമാരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. മികച്ച വ്യവസായ സംരംഭകർക്കുള്ള ധനം ബിസിനസ് മാസികയുടെ പുരസ്കാരങ്ങൾ കൊച്ചിയിൽ പ്രഖ്യാപിച്ചു. ലുലു ഗ്രൂപ്പ്, മലബാർ ഗ്രൂപ്പ് ഉൾപ്പെടെ 9 സ്ഥാപനങ്ങൾക്കാണ് പുരസ്കാരം. പോയ വർഷത്തെ മികച്ച വ്യവസായ സംരംഭകർക്കുള്ള ധനം ബിസിനസ് മാസികയുടെ പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്തത്. റിറ്റെയിലർ ഓഫ് ദ ഇയർ പുരസ്കാരം ലുലു ഹൈപ്പർ മാർക്കറ്റ് സ്വന്തമാക്കി. കേരള റിറ്റെയിലർ ബ്രാൻഡ് പുരസ്കാരം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനാണ് ലഭിച്ചത്. ധനം റീറ്റെയിൽ സമ്മിറ്റ് ആൻഡ് അവാർഡ് നൈറ്റ് 2017 ലുലു ഗ്രൂപ്പ് ചെയർമാൻ പത്മശ്രീ MA യൂസഫ് അലി മുഖ്യാതിഥിയായിരുന്നു. വരും വർഷങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടി പുരസ്കാരങ്ങൾക്കായി പരിഗണിക്കുമെന്ന് ധനം പബ്ലിക്കേഷൻസ് ചീഫ് എഡിറ്ററും MD-യുമായ കുര്യൻ എബ്രഹാം പറഞ്ഞു. ആദ്യമായിട്ടാണ് കേരളത്തിൽ റീറ്റെയിൽ ഇൻഡസ്ട്രിയെ പ്രോത്സാഹിപ്പിക്കാനും റീറ്റെയിൽ ഇൻഡസ്ട്രിയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുമായിട്ട് ഒരു സമ്മിറ്റ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇതിന് വളരെയധികം നല്ല റെസ്പോൺസാണ് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് റീറ്റെയിൽ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിക്കുക എന്നാണ്. വിവിധ വിഭാഗങ്ങളിലായി ബിഗ് ബസാർ, കല്യാൺ സിൽക്സ്, QRS റീറ്റെയിൽ ലിമിറ്റഡ്, ഡെയിലി ഫിഷ്, കൂട്ടുകാരൻ ഗ്രൂപ്പ്, മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, മാക്സ് എന്നീ കമ്പനികളാണ് മറ്റ് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരള ദിനേശ് ഫുഡ്സിന്റെ ചില്ലറ വിൽപ്പന കേന്ദ്രം കണ്ണൂരിലെ കണ്ണപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. കണ്ണപുരം ചെറുകുന്നത്തറയിൽ മുഫ്സിൻ ബേക്കറിയിൽ പ്രവർത്തനം ആരംഭിച്ച ദിനേശ് ഫുഡ്സ് ചില്ലറ വിൽപ്പന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം MLA TV രാജേഷ് നിർവഹിച്ചു. തേങ്ങാപ്പാലിൽ നിർമ്മിച്ച ഹെയർ ക്രീം, ദിനേശ് വെർജിൻ കോക്കനട്ട് ഓയിൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. കേരള ദിനേശ് ഫുഡ്സ് കേന്ദ്ര സംഘം ഡയറക്ടർ C. പള്ളിയത്ത് ശ്രീധരൻ, ചെയർമാൻ P. രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ധനകാര്യ സ്ഥാപനമായ ഇസാഫിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. 25 നിർധനരായ സംഘാംഗങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള പദ്ധതിക്കും പഠന സ്കോളർഷിപ്പിനും വാർഷിക ആഘോഷത്തിൽ തുടക്കം കുറിച്ചു. സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഉദ്ഘാടനം ഈ മാസം 17 നടക്കുമെന്ന് ഇസാഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ K. പോൾ തോമസ് അറിയിച്ചു. ആദ്യ വർഷത്തിൽ 85 ശാഖകളും 300-ലേറെ ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങളുമാണ് സ്ഥാപിക്കുന്നത്.